നമസ്കാരം, രജിത ബാലുവാണേ. തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെടികളെ സ്നേഹിക്കുന്നവർ നേരിടുന്ന വെല്ലുവിളികളാണല്ലേ. ചെടികൾക്ക് ഉണ്ടാവണ എന്താ പറയുക, നമ്മൾ ഈച്ചശല്യം, പ്രാണിശല്യം, പുഴുശല്യം, വാട്ടരോഗം, ഇല ചുരുളൽ, അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതിനുള്ള ഒരു ജൈവ കീടനാശിനിയുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോഴേ നമ്മളിന്ന് ഉണ്ടാക്കുന്ന ജൈവവളം നമ്മുടെ പ്രിയപ്പെട്ട പപ്പായയുടെ ഇല വെച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അറിയാലോ പപ്പായയുടെ ഗുണങ്ങൾ. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ 1 ലിറ്റർ വെള്ളത്തിന് ഒരു നല്ല വലിപ്പമുള്ള ഒരു പപ്പായയുടെ ഇല വേണ്ടു കേട്ടോ. ഞാനിവിടെ താഴെ എനിക്ക് കയ്യെത്തും ദൂരത്ത് പൊട്ടിക്കാനുള്ള മറ്റ് പപ്പായ തൈകൾ ഇത്തിരി ഇറക്കക്കുറവിലുണ്ട്, അതിൽ നിന്നാണ് പൊട്ടിക്കുന്നത്. അപ്പോൾ ചെറിയ ഇലകളാണ്, അതുകൊണ്ട് ഞാൻ 4 ഇലകളാണ് കേട്ടോ പൊട്ടിച്ചുള്ളത്. ഞാൻ 2 ലിറ്റർ വെള്ളമാണ് തയ്യാറാക്കണേ. പപ്പായ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. എന്നാലും പ്രാദേശികമായിട്ട് മറ്റ് പല പേരിലുമാണ് ഇത് അറിയപ്പെടുന്നത്. കപ്പളങ്ങ, കർമൂസ് എന്നീ പേരുകളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോഴേ നമുക്ക് ഒരു 4 ഇല മതി കേട്ടോ. അതായത് ഇത്രയുണ്ട്, ചെറിയ ഇലകളാണ് കേട്ടോ ഇത്. പിന്നെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ ഫ്രഷ് ആയിട്ടുള്ള ഇല എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. വാടിയതോ അത് ചെടിയിൽ തന്നെ വാടി നിൽക്കണതോ കേടുള്ളതോ അല്ലെങ്കിൽ നമ്മൾ പൊട്ടിച്ച് വെച്ചതിന് ശേഷമുള്ളതോ അങ്ങനെയുള്ള ഇലകൾ എടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഇലകൾക്ക് പുറമേ ഒരു 6 വെളുത്തുള്ളി അല്ലിയും 3 ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 ലിറ്റർ വെള്ളത്തിനാണ് കേട്ടോ ഈ ഒരു മിശ്രിതം ഉണ്ടാക്കാൻ പോണത്. നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചെടുക്കുക. അതുപോലെ തന്നെ പപ്പായയുടെ ഇലകളെ നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോഴേ ഉള്ളിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇല നുറുക്കിയിടാനായിട്ട് ഞാൻ വലിയൊരു പാത്രമായിട്ടാണ് എടുത്തിട്ടുള്ളത്. നല്ല വായവട്ടുള്ള വലിയൊരു പാത്രം എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ചെറുതാക്കിയിട്ട് ഇല നുറുക്കിയിട്ട് കൊടുക്കുക. ഇലയെ മാക്സിമം നന്നായിട്ട് ചെറുതാക്കി നുറുക്കാൻ ശ്രമിക്കണം കേട്ടോ. നമ്മളെ നന്നായിട്ട് ചെറുതാക്കിയാൽ മാത്രമേ നമുക്കിത് തിരുമ്മിയെടുക്കുമ്പോൾ അതിൻ്റെ നീര് നമുക്ക് കൂടുതൽ കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ചെറുതായി നുറുക്കണം എന്ന് പറഞ്ഞത്. നുറുക്കി കഴിഞ്ഞിട്ടും ഞാൻ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കണ പോലെ എടുക്കുകയാണ് കേട്ടോ. മാക്സിമം അത് ചെറുതാണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നുറുക്കിയിട്ടുള്ള ഇലയിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് കുറച്ച് നേരം തിരുമ്പിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ പാത്രത്തിലേക്ക് 2 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഇത് കൈ വെച്ചിട്ട് തന്നെ തിരുമ്പിയെടുക്കാം കേട്ടോ. നന്നായിട്ട് തിരുമ്പിയെടുക്കണം കേട്ടോ. അപ്പോൾ ശരിക്കും ഇത് നമ്മൾ സോപ്പിട്ട് പതച്ച പോലെ വെള്ളം പതഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, നമ്മളുടെ പപ്പായ ഇലയുടെ വെള്ളത്തിൽ പത സോപ്പ് പത പോലെ ഇതുപോലെയാകും കേട്ടോ. ഇത് നമുക്ക് ഇനി ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. 8 മുതൽ 10 മണിക്കൂർ നേരം വരെ നമ്മൾ ഇത് മാറ്റി വയ്ക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 6 മണിക്കൂറെങ്കിലും ഫെർമെൻറ്റേഷന് കിട്ടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇത് വേറെ ഏതെങ്കിലും പാത്രങ്ങളിലേക്ക് അരിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഒഴിഞ്ഞ ബോട്ടിലുകൾ, ഞാൻ മറ്റു വീടുകളിലൊക്കെ പറയാറുണ്ട്, ഒഴിഞ്ഞ ബോട്ടിലുകളോ കൊട്ടയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി വയ്ക്കും, സൂക്ഷിച്ച് വയ്ക്കുന്നു. അപ്പോൾ അതാ അതുപോലെ ഒരു കുപ്പിയിലേക്ക് ഞാൻ അരിച്ചൊഴിച്ച് വെക്കുകയാണ് കേട്ടോ. ഇതുപോലെയുള്ള സ്പ്രേയറിൻ്റെ സാധനം നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ. 18-15 രൂപയൊക്കെ ഉള്ളൂ ഇതിന്. ഈ ട്യൂബും ഈ ഹെഡുമായിട്ട് കിട്ടും. അപ്പോൾ ഒഴിഞ്ഞ ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിറച്ചിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് സ്പ്രേ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. അപ്പം നമ്മുടെ ലായനിയുടെ കളർ കണ്ടോ, നല്ല പച്ച കളറിലുള്ള വെള്ളമാണ് അല്ലേ ഈ ലായനി. അപ്പോഴേ ഞാൻ സ്പ്രേ ചെയ്യുന്ന ബോട്ടിലാണ് കേട്ടോ ഇത്. അപ്പോൾ ബാക്കിയുള്ളത് ഇതിലേക്ക് ഒഴിച്ചു വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടികൾക്ക് അടിക്കാനുള്ള കീടനാശിനി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ, ജൈവ കീടനാശിനി. ഈ കീടനാശിനി ഇനി നമുക്ക് വീട്ടിലുള്ള എല്ലാ ചെടികൾക്കും കേട്ടോ, പൂച്ചെടികൾക്കോ കായ്ക്കണ ചെടികൾക്കോ എല്ലാ ചെടികൾക്കും ഇത് സ്പ്രേ ചെയ്യാം കേട്ടോ. നമുക്ക് 2 ലിറ്ററിലേക്ക് ഒരു 200 ml എങ്കിലും കഞ്ഞിവെള്ളം എന്ന കണക്കിൽ, അതായത് 2 ലിറ്ററിൽ 200 ml കുറച്ചിട്ട് അത് കഞ്ഞിവെള്ളം ചേർത്തിട്ടുള്ള ഒരു മിശ്രിതമായിട്ടും ഇത് ഉപയോഗിക്കാം കേട്ടോ. കാരണം കഞ്ഞിവെള്ളം ഒരു കോട്ടിങ് കൊടുക്കും ചെടികളുടെ ഇലകൾക്കൊക്കെ. അപ്പോൾ അതും നമ്മളുടെ കീടങ്ങൾക്ക് എളുപ്പം വരാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പോൾ മഴയൊക്കെ പെയ്താൽ തന്നെയും ഇത് പെട്ടെന്ന് ഒലിച്ചു പോവില്ല, എന്നാൽ ആ ഒരു കോട്ടിങ്ങിൽ അവിടെ പിടിച്ചു നിൽക്കും. എൻ്റെ കെട്ടിയോൻ ബാലു ആണ് കേട്ടോ സ്പ്രേ ചെയ്യണത്.
അപ്പോൾ നമ്മുടെ പപ്പായ ഇല കൊണ്ടുള്ള ജൈവ കീടനാശിനിയുടെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിച്ചോട്ടെ. എങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാനിടുന്ന വീഡിയോസ് കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള അടുത്തടുത്ത വീഡിയോകളിലൂടെ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.